ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അങ്ങനെ ഞാൻ ഫുഡ് പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന കറിയാണ്. എല്ലുകോഴി വെട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് അൽവഹാമാൾ പോയപ്പോൾ നമ്മൾ മേടിച്ചതായിരുന്നു. ദെൻ കറിക്കുള്ള പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ദോശയാണ് ഉണ്ടാക്കുന്നത്. ദെൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. മാംഗോ ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. നമ്മളിത് എന്തിനാ ഉണ്ടാക്കുന്ന അറിയോ? ജ്യൂസ് ഉണ്ടാക്കാൻ. അതിനുശേഷം ഞങ്ങൾ അൽജാഡ പാർക്കിൽ പോയിട്ട് സൈഡിലൊക്കെ റമദാൻ ആയതുകൊണ്ട് നല്ലോണം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നോമ്പ് തുടങ്ങിയിട്ട് ഇവിടെ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴാണ് കാണേണ്ടത്. ഡെക്കറേഷനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ പാർക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ പാർക്ക് നല്ലോണം സ്കേറ്റിംഗ് കാറ്റഗറിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്കേറ്റിംഗ് ബോർഡ്, സ്കേറ്റിംഗ് സ്കൂട്ടർ, അങ്ങനത്തതൊക്കെ മെയിനായിട്ട് ഇവിടെ അതിനാണ് വരുന്നത് ഭൂരിഭാഗം പേരും. പിന്നെ അതുപോലെ തന്നെ പിന്നെ കുറച്ച് പാർക്കുണ്ട് കുട്ടികൾക്ക് പറ്റിയ കളിക്കാൻ പറ്റിയ സ്ലൈഡിങ്ങും അതേപോലെ പിന്നെ സ്വിങ്ങൊക്കെ ആയിട്ട് കുറച്ചൊരു ഏരിയ ഉണ്ട്. ഇതാണ് പാർക്കിൻ്റെ റൂൾസൊക്കെ. ഹെൽമെറ്റ് ഇതൊക്കെ നിർബന്ധമാണ്. സേഫ്റ്റി റൂൾസാണ് ഫുള്ള്. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് അറാഡ അതിൻ്റെ പ്രോപ്പർട്ടീസ് കാണാം. അറാഡ തന്നെയാണ് റീഡ് ചെയ്യുക തോന്നണം. അൽജാഡ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയിൽ പെട്ട ഏരിയയാണിത്. ഇവിടെ അന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, നീഷാനി പറഞ്ഞ. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫുഡ് സ്റ്റോളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത കൗണ്ടറൊക്കെ സെറ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നുള്ളൂ. അതായത് ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ഒരു 8:30ക്കാണ്. പക്ഷെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണേ 11 o'clock PM കേട്ടോ. ദെൻ പിന്നെ നമ്മൾ ഇങ്ങനെ ഈ പാർക്കാണ് ഞാൻ പറഞ്ഞത്. ഒരു കുറച്ച് ഏരിയയിലൊരു പാർക്കുണ്ട്. ആ പാർക്കിൽ പോയി ദെൻ പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ പോന്നു. അത് ഷാർജ TVയുടെ പ്രോഗ്രാമായിരുന്നു. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. സപ്പോർട്ട് ചെയ്യാം.